ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ മിയാവ് ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാർ പാർട്ട് 1 കണ്ടു കാണുമല്ലോ. കാണാത്തവർക്കായി പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എവിടെയാണ് കൂട്ടുകാരെ നിർത്തിയത്? നമ്മുടെ പപ്പി കെനലിൻ്റെ അടുത്തെത്തി. അവിടെ ആരുണ്ടായിരുന്നു? ഒരു ഡോഗ് ഉണ്ടായിരുന്നു. പപ്പി ഡോഗിനോട് എന്ത് ചോദിച്ചു? നീയാണോ മ്യാവ് എന്ന് പറഞ്ഞത്? ഇത് കേട്ട പട്ടിക്ക് ദേഷ്യം വന്നു. വിൽ ഹി അറ്റാക്ക് ദി പപ്പി? അവൻ പപ്പിയെ ആക്രമിക്കുമോ? നമുക്ക് നോക്കാം. ദി പപ്പി വാസ് അഫ്രൈഡ്. പപ്പി പേടിച്ചു. ഹി റഷ് ടു ദി ഗാർഡൻ. അവൻ പൂന്തോട്ടത്തിലേക്ക് കുതിച്ചു. ഹി ഹിഡ് അണ്ടർ എ ബുഷ്. അവൻ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. വിൽ ദി പപ്പി ഫൈൻഡ് ദി ക്യാറ്റ്? പപ്പി പൂച്ചയെ കണ്ടെത്തുമോ? അടുത്ത ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത്? ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. പപ്പി പൂവിലൊരു തേനീച്ചയെ കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിം തോട്ട് ദി പപ്പി. ഇത് തീർച്ചയായിട്ടും അവനായിരിക്കും, പപ്പി വിചാരിച്ചു. യു സെഡ് മ്യാവ്, ഡിഡിന്റ് യു? നീയല്ലേ മ്യാവ് എന്ന് പറഞ്ഞത്? വാട്ട് വിൽ ദി ഹണി ബി സേ? തേനീച്ച എന്തു പറയും? മീ ബസ് ദി ഹണി ബി ഗോ എവേ. ഇസ് എന്ന ശബ്ദമുണ്ടാക്കി ദൂരെ പോ എന്നാണ് ഹണി ബി പറഞ്ഞത്. ഗോയവേ എന്ന് പറഞ്ഞാൽ ദൂരെ പോ. ഇറ്റ്സ് ടങ് ദി പപ്പി ഓൺ ദി നോസ്. പപ്പിയുടെ മൂക്കിൽ ഒരു കുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ പപ്പി എന്ത് പറഞ്ഞിട്ടുണ്ടാവും കൂട്ടുകാരെ? അയ്യോ! വൈ ഡിഡ് ദി ഹണി ബി ചേസ് ദി പപ്പി? എന്തിനാണ് തേനീച്ച പപ്പിയെ ഓടിച്ചത്? പപ്പി ഹണി ബിയോട് ചോദിച്ചു, നീയാണോ മ്യാവു എന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഹണി ബി പപ്പിയെ കുത്താനായി ഓടിച്ചത്. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. തേനീച്ച പപ്പിയെ കുത്താനായി വന്നപ്പോൾ പപ്പി എന്തു ചെയ്തു? കുളത്തിലേക്ക് ചാടി. അവിടെ പിന്നെ ആരെയാ കാണുന്നേ? ക്യാറ്റ് പതുങ്ങി ഇരിപ്പുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ പപ്പി ജംപ്ഡ് ഇൻടു എ പോണ്ട്. പപ്പി ഒരു കുളത്തിലേക്ക് ചാടി. ദ ഹണി ബി വെന്റ് ബാക്ക്. തേനീച്ച തിരിച്ചു പോയി. ദ പപ്പി കെയിം ഔട്ട്. പപ്പി പുറത്തേക്ക് വന്നു. മ്യാവ് സംബഡി സെഡ് അഗെയിൻ. വീണ്ടും ആരോ മ്യാവ് എന്ന് പറഞ്ഞു. വെർ ഈസ് ദി ക്യാറ്റ് നൗ? പൂച്ച ഇപ്പോൾ എവിടെയാണ്? ബിഹൈൻഡ് ദി പ്ലാന്റ്. ആ ചെടിക്ക് പിന്നിലാണ്. വിൽ ദി പപ്പി സീ ദി ക്യാറ്റ്? പപ്പി പൂച്ചയെ കാണുമോ? നമുക്ക് നോക്കാം. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. നമ്മുടെ പപ്പി പോണ്ടെന്ന് കയറി വരുന്നുണ്ട്. ഒരു ഫ്രോഗ് ചാടി പോകുന്നുണ്ട്. ഫ്രോഗ് എന്ന് വെച്ചാൽ തവള. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദ പപ്പി സോ എ ഫ്രോഗ്. പപ്പി ഒരു തവളയെ കണ്ടു. ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയുമോ? ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. ഫ്രോഗ്സ് ക്യാൻ ഓൺലി ക്രോക്ക്. എന്തൊരു വിഡ്ഢിയായ പപ്പിയാണ് നീ. തവളകൾക്ക് ക്രോക്ക് എന്ന് പറയാനേ കഴിയൂ. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻടു ദി വാട്ടർ. തവള വെള്ളത്തിലേക്ക് ചാടി. വേർ വിൽ ദി പപ്പി ഗോ നൗ? പപ്പീനെ എങ്ങോട്ട് പോകും? നമുക്ക് നോക്കാം. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. നമ്മുടെ ഡോഗും റൂസ്റ്ററും പപ്പിയെ നോക്കി നിൽപ്പുണ്ട്. പാവം പപ്പി എങ്ങോട്ടായിരിക്കും പോകുന്നേ? നമുക്ക് നോക്കിയാലോ. ദി പപ്പി വെന്റ് ഹോം. പപ്പി വീട്ടിൽ പോയി. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. അവൻ ആകെ നനഞ്ഞിരുന്നു, ദുഃഖിതനുമായിരുന്നു. വൈ ആർ ദി ഡോഗ് ആൻഡ് ദ റൂസ്റ്റർ ലുക്കിംഗ് അറ്റ് ദി പപ്പി? എന്തുകൊണ്ടാണ് പട്ടിയും പൂവൻകോഴിയും പപ്പിയെ നോക്കിക്കൊണ്ടിരുന്നത്? ദ പപ്പി വാസ് വെറ്റ് ആൻഡ് സാഡ്. പപ്പി നനഞ്ഞിട്ടുമുണ്ടായിരുന്നു, ദുഃഖിതനുമായിരുന്നു. അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ. പപ്പി വന്ന് ഒരു പായയിൽ കിടപ്പുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ. ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദി കോട്ട്. അവൻ കട്ടിലിനരികിലുള്ള പായയിൽ കിടന്നു. സഡൻലി ഹി ഹേർഡ് മ്യാവ്. പെട്ടെന്ന് അവൻ മ്യാവ് എന്ന് കേട്ടു. വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്? പപ്പി പൂച്ചയെ കണ്ടെത്തുമോ? നോക്കാം. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദി ടേബിൾ. അവൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു തടിച്ച പൂച്ച ടേബിളിൻ്റെ പുറത്ത് ഇരിക്കുന്നു. വെർ ഈസ് ദി ക്യാറ്റ്? പൂച്ച എവിടെയാണ്? ഓൺ ദി ടേബിൾ. ടേബിളിൻ്റെ പുറത്ത്. വാട്ട് വിൽ ദി പപ്പി ഡു? പപ്പി എന്ത് ചെയ്യും? അടുത്ത ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത്? നമ്മുടെ പപ്പിയും ക്യാറ്റും നേർക്ക് നേരെ വരുന്നു. എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. വൗ വൗ. ദ പപ്പി ബാർക്ക് അറ്റ് ദി ക്യാറ്റ്. പപ്പി വൗ വൗ എന്ന് പൂച്ചയുടെ നേരെ കുരച്ചു. ദ ക്യാറ്റ് ആർക്ക് ഹെർ ബാക്ക് ആൻഡ് ഹിസ്
പൂച്ച അതിൻ്റെ നടുഭാഗം വളച്ച് എന്ന ശബ്ദം ഉണ്ടാക്കി. ഹൂ ഈസ് ആംഗ്രി? ആർക്കാണ് ദേഷ്യം വന്നത്? ബോത്ത് ആർ ആംഗ്രി. രണ്ടുപേർക്കും ദേഷ്യം വന്നു. വിൽ ദ പപ്പി ബൈറ്റ് ദി ക്യാറ്റ്? പപ്പി പൂച്ചയെ കടിക്കുമോ? അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ? പൂച്ച പപ്പിയുടെ പുറത്തേക്ക് ചാടുന്നുണ്ട്. ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദി പപ്പി. ഫിർ മ്യാവ്. പൂച്ച ദേഷ്യത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പപ്പിയുടെ പുറത്തേക്ക് ചാടി. വാട്ട് ഡിഡ് ദി ക്യാറ്റ് ഡു? പൂച്ച എന്തു ചെയ്തു? ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദി പപ്പി. പൂച്ച പപ്പിയുടെ നേരെ ചാടി. വിൽ ദ പപ്പി ഗെറ്റ് ഹേർട്ട്? പപ്പിക്ക് മുറിവ് പറ്റുമോ? അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ. പപ്പിയുടെ ചെവിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ? ദ ക്യാറ്റ് സ്ക്രാച്ച് ദി പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. പൂച്ച പപ്പിയുടെ ചെവിയിൽ മാന്തിയിട്ട് ഓടിപ്പോയി. വേർ വിൽ ദി ക്യാറ്റ് ഗോ? പൂച്ച എവിടെ പോകും? ദ ക്യാറ്റ് റാൻ അവേ. പൂച്ച ഓടിപ്പോയി. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? പപ്പി ഇപ്പോൾ എന്തു ചെയ്യും? അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ. പപ്പി മാറ്റിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ദി പപ്പി കെയിം ബാക്ക് ടു ഹിസ് മാറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്. പപ്പി മടങ്ങി വന്ന് പായയിൽ കിടന്നുറങ്ങി. നൗ ഹീ ന്യൂ ഹൂ സെഡ് മിയാവ്. ഇപ്പോൾ അവന് മിയാവ് എന്ന് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായി. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിയേ കൂട്ടുകാരെ. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു റീഡ്? റൈറ്റ് ദം ഇൻ ദി ബോക്സ്. അവിടെ കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നവ താഴെ ബോക്സിൽ എഴുതുക. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ കൂട്ടുകാരെ. സ്ലീപ്പ്, നിയർ, എറൗണ്ട്, നോബഡി, വെറ്റ്, അണ്ടർ, വിൻഡോ, യാർഡ്, ഗാർഡൻ, കെനൽ, ഫ്ലവർ, സ്റ്റം, സ്ക്രാച്ച്, റൂസ്റ്റർ. അടുത്ത പേജിലേക്ക് നോക്കിയാലോ കൂട്ടുകാരെ. ഹണി ഡ്രോപ്പ്, റീഡ് ആൻഡ് റിജോയ്സ്, മോത്തി ദ ബേബി എലിഫൻറ്റ്. കൂട്ടുകാർ ആ ചിത്രത്തിൽ ഒരു കുട്ടിയാനയെ കാണുന്നുണ്ടോ? എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഐ ആം മോത്തി. ഞാൻ മോത്തിയാണ്. ഐ ഹാവ് എ ഫ്രണ്ട്. ഹീ ഈസ് എ പാരറ്റ്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവനൊരു തത്തയാണ്. ഐ ഹാവ് എ ബോൾ. എനിക്കൊരു ബോളുണ്ട്. ഐ ലവ് പ്ലേയിങ് വിത്ത് ദി ബോൾ. എനിക്ക് പന്ത് കളിക്കാൻ ഇഷ്ടമാണ്. വൺ ഡേ ഐ ഗോട്ട് എ ബിഗ് ബോൾ. കളർ ദി ബോൾ പ്ലീസ്. ഒരു ദിവസം എനിക്കൊരു വലിയ പന്ത് കിട്ടി. ദയവായി അതിന് നിറം കൊടുക്കുക. എന്താ കൂട്ടുകാരെ പറയുന്നത്? നമ്മുടെ മോത്തി എലിഫൻറ്റിന് ഒരു വലിയ ബോൾ കിട്ടിയിട്ടുണ്ട്. അതിന് മനോഹരമായ നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് ആൻ അംബ്രല്ല. ഐ ലൈക്ക് ഇറ്റ്. എനിക്കൊരു കുടയുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ഐ പ്ലേ ദ ഗിറ്റാർ. ഞാൻ ഗിറ്റാർ വായിക്കുന്നു. ഐ സിംഗ് സോങ്സ്. ഞാൻ പാട്ടുകൾ പാടുന്നു. ഐ ലൈക്ക് ബാത്തിങ് ഇൻ കളേഴ്സ്. വാട്ട് എ ഫൺ. എനിക്ക് നിറങ്ങളിൽ കുളിക്കാൻ ഇഷ്ടമാണ്. എന്ത് രസമാണ്. ഐ ക്യാൻ പെയിൻറ് ഓൺ ദി വാൾസ്. എനിക്ക് ചുമരുകളിൽ പെയിൻറ് ചെയ്യാൻ കഴിയും. ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്, മൈ മദർ ഗവ് മീ ഫ്ലവേഴ്സ്. പൂക്കൾ, ഭംഗിയുള്ള പൂക്കൾ. എൻ്റെ അമ്മ എനിക്ക് പൂക്കൾ തന്നു. ഐ ആം സ്ലീപ്പി. ലെറ്റ് മീ സ്ലീപ്പ്. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങട്ടെ. ശുഭരാത്രി പ്രിയപ്പെട്ടവരെ. അടുത്ത പേജിൽ എന്താ കാണുന്നത്? ആൽഫബറ്റ്സ് ആണ് കാണുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. കൂട്ടുകാർ നന്നായിട്ട് വായിച്ചോളൂ കേട്ടോ. ഈ ട്രെയിനിൽ മിസ്സിംഗ് ലെറ്റേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായി ഉള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്